വിധം കഴിയെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക. ഉള്ള രോഗത്തിന് ചികിത്സിക്കാനുള്ള സാധ്യത ഇല്ലാത്തവരാണ് അവിടെ പോകുന്നത്. മറ്റു രോഗങ്ങളുമായിട്ടും മറ്റു വലിയ പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വരേണ്ട ഗതികേടാണ്. ഇതിവിടെ കേരളത്തിലെ മൊത്തത്തിൽ നമുക്ക് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ആവർത്തിച്ച് വരുന്ന നിരവധിയായ വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 സ്ത്രീകളെ സർജറി നടത്തിയിട്ട് കത്രിക ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വയറിൽ വെച്ച് കെട്ടി തുന്നി വിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് വേദന വന്ന് പരിശോധിക്കുന്ന കാണുന്ന വാർത്തകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പാലക്കാട് ഉൾപ്പെടെ നമുക്കറിയാം, ഇടത് കൈയിന് സർജറി ചെയ്യേണ്ടത് വലത് കൈയിൽ സർജറി ചെയ്തിട്ട് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ കൈവിട്ടു പോയ അവസ്ഥ. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നടക്കുകയാണ്. അതെ, പട്ടാമ്പിയിലെ വിഷയമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഇതിന്റെ ചരിത്രം, നമ്മളെ ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഏകദേശം ഒരു 10-70 വർഷമാവുകയാണ്. അന്ന് തൊട്ടിന്ന് വരെ ഒരു ആരോഗ്യ സംവിധാനവും ആരോഗ്യമന്ത്രിയൊക്കെ ഉണ്ട്. പടിപടിയായിട്ട് ഉയർന്നു വന്ന ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എന്താ പറയുക, ഒരു പരിധി വരെയെങ്കിലും സാധാരണക്കാർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ആ അവസ്ഥ ഇത്രയും മോശമാക്കിയ ഒരു ഗവൺമെന്റ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മരുന്നില്ല, ആശുപത്രി ഉപകരണങ്ങളില്ല. ആശുപത്രിയിലേക്ക് സപ്ലൈ ചെയ്ത മരുന്നിന്റെ ഉപകരണങ്ങൾ തിരിച്ച് പണം കൊടുക്കാത്തതിന്റെ പേരിൽ എടുത്തു കൊണ്ടുപോയ ചരിത്രം ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. കോടാനക്കോടി രൂപ ഈ സപ്ലൈസിന് മുഴുവൻ കൊടുക്കാൻ നിൽക്കുകയാണ്. ഇൻഷുറൻസ് സ്കീമുകൾ പരിപൂർണമായും കേരളത്തിൽ സ്തംഭിപ്പിക്കപ്പെട്ടു. ഒരാൾക്കും ഒരു സർവീസും കിട്ടുന്നില്ല. ആശുപത്രിയിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ രാജിവെച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ജനങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ആഘോഷങ്ങളും 4-ാം വാർഷികവും 5-ാം വാർഷികവും കോടാനക്കോടി രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വലിയ വലിയ ഫോട്ടോകൾ നാടിൽ മുഴുവൻ പ്രദർശിപ്പിച്ച് ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം, കേരളത്തിന് പരിചിതമല്ലാത്ത രാഷ്ട്രീയം ഇവിടെ നടന്നു വരികയാണ്. അതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ സിസ്റ്റം തകരാറിലാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആ സിസ്റ്റമാണെങ്കിൽ അത് നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റാണ്. അതിന്റെ ഫെയിലിയർ തന്നെയാണ് ഇപ്പോൾ ഈ പട്ടാമ്പി ആശുപത്രിയിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ജനങ്ങൾ ജാഗ്രതയെ ഒരു വിധം കഴിയെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക. ഉള്ള രോഗത്തിന് ചികിത്സിക്കാനുള്ള സാധ്യത ഇല്ലാത്തവരാണ് അവിടെ പോകുന്നത്. മറ്റു രോഗങ്ങളുമായിട്ടും മറ്റു വലിയ പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വരേണ്ട ഗതികേടാണ്. ഇത് ഇവിടെ മാറണം. അത് ജനങ്ങൾ ഇനി അധികമൊന്നുമില്ല, 1-2 മാസം കൂടെ ഉള്ളൂ. ജനങ്ങൾ ഇതൊക്കെ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ജനങ്ങൾ അതിനനുസരിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.